ഫ്രണ്ട്സിന് നമുക്ക് കൊക്കോ കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ. അതിനായി കൊക്കോ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് മുറിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ ഉള്ളിട്ട് സീഡ് എടുത്ത് കഴുകി വൃത്തിയാക്കിയെടുക്കുക. കഴുകി വൃത്തിയാക്കുന്ന ഇടയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തോൽ തൊളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തോൽ എടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി. ഞാൻ അപ്പോൾ തന്നെ ബുദ്ധിമുട്ടി എടുത്തത്. പുറത്ത് ഉള്ള വെള്ള കളറുള്ള തൊലിയാണ് ഒഴിവാക്കേണ്ടത്. അത് ഒഴിവാക്കിയില്ലെങ്കിൽ ഇത് ഭയങ്കര കയ്പ്പായിരിക്കും. അങ്ങനെ അതിൻ്റെ ഉള്ളിട്ട് സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വേറെ പാത്രത്തിൽ ഇട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാം. അങ്ങനെ ഉണക്കല, ആ വെള്ളം ഒന്ന് തോട്ടി അങ്ങോട്ട് എടുക്കാം. ആ വെള്ളം ഒന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. വെള്ളം പോയാൽ ഞാൻ വേറെ പാത്രത്തിൽ ഇട്ടിച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഉണ്ടോത്ത് വെച്ച് വെള്ളം ആക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഇത് സ്റ്റൗ ഓണാക്കി വറുത്തെടുക്കുക. വറുത്ത് വരുമ്പോൾ ചോക്ലേറ്റിൻ്റെ സ്മെല്ല് വരും. അതിൻ്റെ പാകം എങ്ങനെ ആയി അറിയണമെങ്കിൽ ഒന്ന് കയ്യിലിട്ട് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ പൊടിഞ്ഞെങ്കിൽ റെഡിയായി എന്നാണ്. ഇനി ഇത് മിക്സിയിലിട്ട് ഫൈൻ പൗഡറാക്കി എടുക്കുക. ഫൈൻ പൗഡറായിട്ട് വേണം പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഡയറി മിൽക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഡയറി മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് നമുക്ക് ഡബിൾ ബോയിലാണ് ചെയ്യേണ്ടത്. പാത്രത്തിലേക്ക് നെയ്യ് ഒട്ടിക്കുക. ഞങ്ങൾ 6 kg നെയ്യാണ് എടുത്തത്. നിങ്ങൾക്ക് വേണ്ടി നെയ്യെടുക്കാം. ഞങ്ങൾ 4 ടീസ്പൂണാണ് എടുത്തത്. നിങ്ങളെടുത്ത് എത്ര കൊക്കോ ഉണ്ട് അതിന് അനുസരിച്ച് എടുത്താൽ മതി. ഞങ്ങളെടുത്തത് ആകെ 1 കൊക്കയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള നെയ്യ് ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ആ നെയ്യിലേക്ക് ഷുഗർ പൊടിച്ചത് ഇടുക. മിൽക്ക് പൗഡറും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കറുത്ത കൊട്ടാതെ വേണം ഇളക്കി കൊടുക്കാൻ. നിങ്ങളിൽ ആരെങ്കിലും ഇത് ഉണ്ടാക്കിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി അതിലേക്ക് വാനില എസൻസ് 1/2 ടീസ്പൂൺ ചേർക്കുക. എല്ലാവർക്കും എത്തുന്ന വിധം മിക്സ് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മൾ സംഭവം വരുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ അതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനിയാണ് നമ്മൾ മോൾഡിലേക്ക് നെയ്യ് തൂവരി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡ് എടുക്കാം. ഞങ്ങൾക്കാകെ ഈ മോൾഡേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇതിഷ്ടു. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ ചോക്ലേറ്റ് മിക്സില്ലേ, അത് ആ ചൂടങ്ങോട്ട് ആറിയാലേ പറ്റ ചൂട് പോവണ്ട, എന്നാലും ചെറിയ ചൂട് വേണം. അതിൽ മിക്സിയിലാട്ട് നല്ല പോലെ ജ്യൂസ് അടിച്ചെടുക്കണം. ജ്യൂസായിട്ടല്ല കേട്ടോ, പേസ്റ്റായിട്ടാണ്. ദാ ഇതുപോലെ. ഇനി നമ്മൾ എടുത്തിട്ടുള്ള മോഡിലേക്ക് ഇത് ഒഴിച്ചാലോ. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഇതിലേക്ക് ഒഴിക്കാം. ഞങ്ങൾക്കാകെ ഒന്നിക്ക ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ വീട്ടിലാകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ? എന്നെ സബ്സ്ക്രൈബ് ചെയ്തൂടെ? ഈ കാണുന്ന കൂട്ടത്തിലും ലൈക്കും ചെയ്യാത്തവരുണ്ട്. ഷെയറെങ്കിലും ചെയ്യ്. എന്തെങ്കിലും ഒരു കമൻറ്റും ചെയ്യണേ. അങ്ങനെ പറഞ്ഞ്
നമ്മളെ ചോക്ലേറ്റ് റെഡി ആയിട്ട്. അപ്പം ശരി, ടാറ്റാ.